ഏതാണ്ട് 40 വർഷം മുമ്പാണ് ഞാൻ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയത്. 1986. അന്ന് ഞങ്ങളുടെ ജേർണലിസം ക്ലാസ്സിൽ 22 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമായിരുന്നു. അന്നത്തെ ഒരു അവസ്ഥയിൽ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും അങ്ങനെ തന്നെയായിരുന്നു. പെൺകുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടി ജോലിക്ക് പോകണം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ പഠിക്കുന്ന കാലത്ത് 18 വയസ്സ് കഴിയുക, ഒരു ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു വിടുക എന്നുള്ളതാണ് 90% പേരോട് വീട്ടുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തയായി പിന്നെ കാര്യവട്ടത്ത് വരാനും ജേർണലിസം പഠിക്കാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ അനുഭവം, അല്ലെങ്കിൽ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കോളേജ് ക്യാമ്പസ് ഇന്ന് വളരെ ഇതുപോലത്തെ ഇത്രയും വികസനങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ അപ്പുറത്തായിരുന്നു ഡിപ്പാർട്ട്മെന്റ്. കാടായിരുന്നു മിക്കവാറും. ധാരാളം പാമ്പുകളും പാമ്പ് കടിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാലത്ത് വളരെ നമ്മൾ സ്ത്രീകൾ തന്നെ, ഞങ്ങൾ ശരിക്കും സാരിയൊക്കെ അന്ന് സാരി കൊടുത്തിട്ടാണ് വരുന്നത്. അന്ന് വേറൊരു ഡ്രസ്സ് പോലും ക്യാമ്പസിൽ ഇടുന്നത് ലാസ്റ്റ് ഞങ്ങൾ ജേർണലിസം വിദ്യാർത്ഥികളാണ് അവസാനം ചുരിദാർ ഇട്ടെങ്കിലും വരാൻ തുടങ്ങിയത്. ലാസ്റ്റ് സെമസ്റ്ററിൽ അത്രയും പോലും എന്താണ് പിന്നോട്ട് ഉള്ള ഒരു കാലത്താണ് ശരിക്കും ഞാനിവിടെ പഠിച്ചത്. എങ്കിൽ പോലും അതൊരു വലിയ ഇപ്പോഴും അഭിമാനത്തോടുകൂടി നമ്മളിപ്പോൾ അതിൻ്റെ ഒന്നും ഇത് മനസ്സിലാവില്ല. കാലം കുറേ കഴിയുമ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥി ആ കാലഘട്ടവും അന്നുണ്ടായ അനുഭവങ്ങളും ഒക്കെ നമ്മളെ എത്രമാത്രം എൻട്രി ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. ഞാനിവിടെ പഠിക്കുമ്പോൾ ഇലക്ഷൻ്റെ അന്ന് രഞ്ജി പണിക്കരാണ് ചെയർമാനായി മത്സരിക്കുന്നത്. ജി വേണുഗോപാൽ പാട്ട് പാടുന്ന ജി വേണുഗോപാലിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. വേണു മത്സരിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ എന്താണ് 2 കൂട്ടർക്കും വേണ്ടി രണ്ടുപേരും 2 പാനലിൽ നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടി പിന്നെ വോട്ട് ചെയ്യും? നമ്മുടെ ക്ലാസ്മേറ്റ് രണ്ടുപേരും ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ്. അങ്ങനെ ആ ഓർക്കാനുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട് ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തോടു കൂടിയാണ്. പിന്നെ മലയാളം എന്ന് പറയുന്നത് വളരെ ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് പഠിച്ചു, അത് കഴിഞ്ഞ് ജേർണലിസം പഠിച്ചു, അത് കഴിഞ്ഞ് MA ഇംഗ്ലീഷും ചെയ്തിട്ട് മലയാളം ഔദ്യോഗികമായി മലയാളം പഠിച്ചിട്ടുള്ള ഒരാളല്ല. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് പോലും റഷ്യൻ ആയിരുന്നു. ഞാൻ ഡിഗ്രിയൊക്കെ റഷ്യൻ പഠിച്ച ഒരാളാണ്. മലയാളം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ പോലെ എന്താണ് വ്യക്തമായ മലയാള ഭാഷ അറിയുന്ന ആളൊന്നുമല്ല. എങ്കിൽ പോലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷയും പ്രിയപ്പെട്ട വിഷയവുമാണ് വായന. എല്ലാ കുട്ടിക്കാലത്തുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സീമനോട് സംസാരിക്കുമ്പം പൊതുമണ്ഡലങ്ങളിലെ ഇന്ത്യൻ സ്ത്രീ. ഈ പൊതുമണ്ഡലം നേരത്തെ പറഞ്ഞു. പൊതുമണ്ഡലം എന്ന് പറയുമ്പോൾ ഒന്നല്ല എന്ന് പറഞ്ഞു. എല്ലാം പൊതുമണ്ഡലമാണ്. എല്ലാം എന്താണ് ഒരുപാട് പൊതുമണ്ഡലങ്ങളുണ്ട്. ഇപ്പം നമുക്ക് രാഷ്ട്രീയമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് രാഷ്ട്രീയത്തിലായിരിക്കും. അത് കഴിഞ്ഞ് മീഡിയ പൊതുമണ്ഡലമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വേണേൽ നമുക്കിപ്പോൾ എഴുതിയ കാലത്ത് ഒരു പൊതുമണ്ഡലമായി എടുക്കാവുന്നതാണ്. എഴുത്ത് പൊതുമണ്ഡലമാണ്. പത്രപ്രവർത്തനം പൊതുമണ്ഡലമാണ്. അങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട് പൊതുമണ്ഡലത്തിന്. ഈ പൊതുമണ്ഡലം ഞാൻ അക്കാഡമിക്കായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഷയും എനിക്കില്ല. പക്ഷേ ഈ പൊതുമണ്ഡലം എന്ന് പറയുന്നത് എത്രമാത്രം സ്ത്രീക്ക്, അല്ലെങ്കിൽ അവിടെ സ്ത്രീയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. 2014 നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഉത്തർപ്രദേശിൽ ഒരു 10 ദിവസത്തോളം നീണ്ടു നിന്ന ഒരു യാത്ര നടത്തി. ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തക ടീമിൻ്റെ കൂടാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരോ സ്ഥലത്ത് പോയിട്ട് എന്താണ് ഇന്ത്യയിൽ ആ ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെയായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുക, ആരായിരിക്കും ജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് വർക്ക് ഇതാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള മിക്കവാറും പേര് പുരുഷന്മാരായിരുന്നു. അവർ ചോദിക്കുന്നത് ഏത് പാർട്ടി ആയിരിക്കും ജയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഇവാലുവേഷനാണ് നടത്തുന്നത്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാണുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു? ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നുള്ള ഒരു ചിന്തയോടുകൂടിയല്ല, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു. അതിൽ ഒരുപാട് സ്ത്രീകൾ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, വോ ബോലിക ഹം കരേഗ, അല്ലെങ്കിൽ മേ കരേഗ. ഹിന്ദി എനിക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് കരേഗ കരേഗി എന്നതൊക്കെ ഉണ്ടല്ലോ, അതല്ല. എന്നുവെച്ചാൽ വോ ബോലേഗ, വീട്ടിലെ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് പറയും ഞാൻ വോട്ട് ചെയ്യുന്നു. അതാണ് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞത്. നമ്മുടെ ഇവിടെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അറ്റ്ലീസ്റ്റ് പൊതുവായിട്ടൊരു പത്രപ്രവർത്തകയോട് അങ്ങനെ പറയുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ വലിയ ഒരു പിന്നെ എന്താണ് വിശാലമായി നമ്മൾ കാണുമ്പം
ഇന്ത്യൻ സ്ത്രീയുടെ പൊതുരംഗത്തെ ഇടപെടൽ എന്ന് പറയുന്നത്, അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത്, അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്: ഓ ബോലേഗ ഹം കരേഗ. എന്ന് വെച്ചാൽ എന്താണോ പുരുഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഈ പൊതുമണ്ഡലത്തിൽ, അത് നമ്മൾ പിന്തുടരും എന്നുള്ളതാണ് ഒരു വലിയ, അതാണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ജേർണലിസം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ കാലത്തെ പൊതുമണ്ഡലം എന്തായിരുന്നു? 1900, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം നേരത്തെ സീമ പറഞ്ഞത് 1900 മുതൽ 2000 വരെ, 1890 മുതൽ 2000 വരെ എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ ഈ മാധ്യമ രംഗത്തെ, ഇപ്പൊ സന്തോഷ് അത് ടെലിവിഷൻ രംഗത്തെ കുറിച്ചുള്ളത് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള പത്രപ്രവർത്തന രംഗത്തെ സ്ത്രീയുടെ ഇടപെടൽ, അല്ലെങ്കിൽ സ്ത്രീ എന്തായിരുന്നു പത്രപ്രവർത്തന രംഗത്തുള്ളതെന്നാണ്. അപ്പൊ അങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് 1890 മുതൽ നമ്മൾ അതാണ് നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാമല്ലോ, വിദ്യാവിനോദിനി, രസികരഞ്ജിനി എന്നുള്ള മാസികകളൊക്കെ തുടങ്ങിയ കാലത്ത് അതിനകത്തൊക്കെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തായിരുന്നു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു അത്ഭുതം തോന്നുന്നത്, അവിടെ ഒന്നും സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റില്ല. ഏതാണ്ട് 1750കളിലൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ സ്ത്രീകൾ മാധ്യമരംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് വന്ന്, എഴുത്തിന്റെ രംഗത്ത് വന്നു. വളരെ ശക്തരായി തന്നെ ആദ്യത്തെ ലോകത്തിലെ പത്രം തുടങ്ങിയത് ഒരു സ്ത്രീയാണ്, എലിസബത്ത് മാലറ്റ് എന്നുള്ള സ്ത്രീ. ഡെയിലി കുറാൻഡ് എന്നുള്ള പത്രം തുടങ്ങി ലണ്ടനിൽ നിന്ന്. അത് കഴിഞ്ഞ് നെല്ലി ബ്ലൈ, എലിസബത്ത് ബാങ്ക്സ് എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ 1850-കൾക്ക് മുമ്പ് തന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ പറയുന്നത് തുടങ്ങി. അവരെല്ലാവരും തന്നെ എഴുത്തുകാരായി. നമ്മൾ കേൾക്കുന്ന പല, ഇപ്പം മേരിക്കുണ്ടൊരു കുഞ്ഞാണ്, നമുക്ക് എല്ലാം അറിയുന്ന പാട്ടാണ് അല്ലെ, മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ് എന്നുള്ള പാട്ട്. അതെഴുതിയ സാറാ ജോസഫ ഹെയ്ൽസ് എന്നുള്ള സ്ത്രീ 1820-കളിലൊക്കെ പത്രപ്രവർത്തന രംഗത്ത് സ്ത്രീയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ 1900 ആയിട്ട് പോലും ഒരു സ്ത്രീയും മാധ്യമരംഗത്ത് അല്ലെങ്കിൽ എഴുത്തിന്റെ രംഗത്തൊക്കെ എത്തിയത് വളരെ വളരെ ചുരുക്കം എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്ത്രീകളാണ്. 1-2 സ്ത്രീകൾ എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രത്തിലാണെങ്കിലും, ആർ നാരായണ പണിക്കരുടെ സാഹിത്യ ചരിത്രം വായിച്ചാലൊക്കെ നമുക്കറിയാം, 1%-2% അതിനകത്തൊക്കെ സ്ത്രീകളുടെ ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ പ്രതിപാദിച്ചിരിക്കുന്നതിൽ പോലും കണ്ടൊരു അത്ഭുതം എന്തെന്ന് വെച്ചാൽ, അവരുടെ പേരിലല്ല അവർ പലരും അറിയപ്പെടുന്നത്. ഇപ്പോ എന്താണ്, ഇരയിമ്പൻ തമ്പിയുടെ മകൾ, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണ മേനോന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരൊരു വ്യക്തിയായി പോലും പരിഗണിക്കാത്ത അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ എഴുത്തിന്റെ രംഗത്ത് അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്നതിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു ഇതെന്ന് വെച്ചാൽ, നമ്മുടെ വാമൊഴിയായി അല്ലെങ്കിൽ ഇപ്പൊ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം അങ്ങനെയൊക്കെ അറിയുന്ന നമ്മുടെ മുൻ തലമുറകളിലെ സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പോലും എഴുതാൻ അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പുത്തേഴത്ത് രാമൻ മേനോൻ അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അമ്മയ്ക്ക് നന്നായിട്ട് എല്ലാം വായിക്കാൻ അറിയാമായിരുന്നു, അമ്മ എല്ലാം ചൊല്ലുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇത് ഒപ്പിടാനായിട്ട്, ആധാരം എന്തോ ഒപ്പിടാനായിട്ട് വന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഒപ്പിടാൻ അറിയില്ല. അപ്പൊ അമ്മയെ നിരക്ഷര എന്നാണ് കരുതിയിരുന്നത്. അപ്പം ഇത്തരം വൈരുദ്ധ്യങ്ങളും നമ്മുടെ എഴുത്തിലും പൊതുമണ്ഡലങ്ങളിലും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം വന്നു. കേരളത്തിലെ ആദ്യകാലത്ത് നമുക്കറിയാം, വിദ്യാഭ്യാസം രംഗത്തേക്ക് വരുന്നത് ഉയർന്ന ജാതിയിലെ സ്ത്രീകളൊക്കെയാണ്. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ പാതിരിമാര് വന്നു. അവര് വിദ്യാഭ്യാസം നൽകിയപ്പോഴേക്കും എല്ലാ ജാതിക്കാർക്കും നൽകാൻ തുടങ്ങി. അങ്ങനെ ചാന്നാർ ലഹള ഉണ്ടായി, അതൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് പൊതുമണ്ഡലത്തിലേക്ക് സ്ത്രീയുടെ വരവ് എന്ന് പറയുന്നത്. പക്ഷെ ആ വരവിൽ തന്നെ നമുക്കറിയാം, ഉയർന്നിപ്പം അന്തർജനങ്ങൾ, നമ്പൂതിരിമാര്, അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പൊതുമണ്ഡലം എന്ന് പറഞ്ഞു പോയിട്ട് അവരുടെ സ്വകാര്യ മണ്ഡലത്തിൽ, വീട്ടിന്റെ ഉള്ളിൽ, അവരുടെ ഗാർഹിക പരിസരത്ത് പോലും ഒരുപാട് പിന്നോക്കാവസ്ഥകൾ നേരിടേണ്ടി വന്നിരുന്ന അവസ്ഥയായിരുന്നു പല വിഭാഗങ്ങളിൽ. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് സത്യത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ സ്ത്രീ എത്തിയതെന്നുള്ള നമ്മൾ ആലോചിക്കുമ്പം അതിന് എഴുത്തും വായനയും തന്നെയാണ് സഹായിച്ചത്. പിന്നെ അന്ന് ഇന്ത്യയിൽ വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിൽ വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമരം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും അതിനോടൊപ്പം തുടങ്ങിയ മാസിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ, എഴുത്തിൽ കൂടി പത്രങ്ങളിൽ കൂടി മാസികകളിൽ കൂടി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും
പുറം ലോകത്തെ കാണാൻ പറ്റും. എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ പൊതുമണ്ഡലം അവർ സൃഷ്ടിച്ചെടുത്തത് സ്ത്രീ മാസികകളിൽ കൂടിയായിരുന്നു. സ്ത്രീ മാസികകൾ എന്ന് പറയുന്ന ആദ്യത്തെ സ്ത്രീ മാസിക 1887 കേരളീ സുഗുണബോധിനി തുടങ്ങിയിട്ട് 1904 ശാരദ എന്ന് പറയുന്ന ആദ്യത്തെ സ്ത്രീ പ്രസിദ്ധീകരണം, അതിന്റെ എഡിറ്റേഴ്സും സ്ത്രീകളായിരുന്നു. ബി കല്യാണിയമ്മ, ടി സി കല്യാണിക്കുട്ടിയമ്മ, അമ്മുക്കുട്ടിയമ്മ എന്ന് പറയുന്ന 3 എഡിറ്റേഴ്സ് ചേർന്ന് 1904 ആദ്യമായി പത്രപ്രവർത്തന രംഗത്തും എന്താണ് നമ്മുടെ എഴുത്തിന്റെ രംഗത്തും ആദ്യത്തെ ഞാൻ കഴിഞ്ഞ ദിവസം സീമോട് സംസാരിക്കായിരുന്നു. ആദ്യത്തെ ചെറുകഥ മലയാളത്തിൽ ആരെഴുതിയെന്ന് നമ്മൾ ചിന്തിച്ച് സ്ത്രീ ആദ്യത്തെ എഴുതിയ ചെറുകഥ എന്ന് പറഞ്ഞാൽ ഇന്നും അതിനൊരു കൃത്യമായ ഒരു ഇത് ഒരാളെ നമുക്ക് ഇപ്പോഴും പലപ്പോഴും പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാതിരിക്കും, എനിക്കറിയില്ല. ഞാൻ അവസാനം കണ്ടെത്തുമ്പോൾ രാജപങ്കജം എന്നുള്ള കഥ എഴുതിയ ടി സി കല്യാണിക്കുട്ടിയമ്മയാണ് 1901 വിദ്യാവിനോദിനിയിൽ എഴുതിയതാണ് എന്ന് കണ്ടെത്തേണ്ടി വരികയാണ്. അതുപോലെ നമ്മുടെ ചരിത്രത്തിലില്ല. അപ്പോൾ ഈ പൊതുമണ്ഡലത്തിലെ സ്ത്രീ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ വ്യക്തമായി രേഖപ്പെടുത്താൻ പോലും നമ്മുടെ ചരിത്രകാരന്മാർ ഒരു കാലം വരെ ചരിത്രകാരന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അവസാനം ഇപ്പോൾ ജയദേവിയുടെയൊക്കെ ജനറേഷനിലാണ് സ്ത്രീകൾ വരുന്നത്. അപ്പോൾ അവര് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അവർ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ ഈ പഠനത്തിന് വേണ്ടി ഇപ്പോൾ ഈ മലയാളത്തിലെ സ്ത്രീ മാധ്യമ പുതിയ കാലത്തെ ആദ്യകാലത്തെ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്തുള്ള സ്ത്രീകളെ കുറിച്ചുള്ള ചരിത്രം തേടി ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഹലീമ ബീവി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക, എഴുത്തുകാരിയുമാണ്. അവര് 1927-28 കാലഘട്ടങ്ങളിലാണ് പത്രപ്രവർത്തന രംഗത്ത് എത്തുന്നത്. 4 മാസികകൾ അവർ എഡിറ്റ് ചെയ്തിരുന്നു. ഭാരത ചന്ദ്രിക, വനിത, ആധുനിക വനിത, മുസ്ലിം വനിത. ഈ 4 പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിരുന്ന ഈ സ്ത്രീയുടെ ഭാരത ചന്ദ്രിക എന്നുള്ള മാസികയിൽ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്നവര് ആ ജനറേഷനിലെ ആൾക്കാരൊക്കെ പത്രാധിപ സമിതിയിൽ അംഗമായിരിക്കുകയും ഇതിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രമുഖ കൃതികൾ പ്രസിദ്ധീകരിച്ചത് ഈ ഭാരത ചന്ദ്രികയിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവര് 1943-45 കാലഘട്ടത്തിൽ തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ അംഗമായിരുന്നു. ആദ്യമായിട്ട് മുസ്ലിം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് സ്ത്രീകൾക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത് ഈ ഹലീമ ബീവിയാണ്. അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു സ്ത്രീയെ 2000 വരെ തൃശ്ശൂരിൽ ജീവിച്ചു. അവര് മരിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2022 ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ അറിയുന്നത്. പത്രപ്രവർത്തകരായ ഞങ്ങളും ഇപ്പോൾ ചരിത്രത്തിനെയും പുതിയ സ്ത്രീ ചരിത്രമൊക്കെ ഒരുപാട് എഴുതാൻ ശ്രമിക്കുന്ന ജയദേവിക ഉൾപ്പെടെയുള്ളവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ കുറ്റബോധത്തോടു കൂടി ഓർക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള ഒരു സ്ത്രീ ഇവിടെ നിന്നിട്ട് ഒരു ചരിത്ര പുസ്തകത്തിന്റെ ഒരു ഏടിലും മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലില്ല, പത്രപ്രവർത്തന ചരിത്രത്തിലില്ല, സാഹിത്യ ചരിത്രത്തിലില്ല, രാഷ്ട്രീയ ചരിത്രത്തിലില്ല. അപ്പൊ പൊതുമണ്ഡലത്തിൽ ഏറ്റവും കഴിവ് തെളിയിച്ചുകൊണ്ട് നിന്ന ഒരു സ്ത്രീയെ ചരിത്രത്തിനകത്തേ ഇല്ലാതാക്കിയ ചരിത്ര രചനയാണ്, അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ കുറിച്ച് 2020 ശേഷം 2 പെൺകുട്ടികൾ, നൂറ, നൂർജഹാൻ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ അവരെ കുറിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയും അവര് പോയി എങ്ങനെയൊക്കെയോ ഇവരുടെ മകളെ തൃശ്ശൂരിൽ നിന്ന് ട്രേസ് ചെയ്ത് അവര് വഴി ഇവരുടെ ചരിത്രം കണ്ടെത്തുകയും തിരുവല്ലയിൽ ചെന്നപ്പോൾ ആ കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അവര് തിരുവല്ലയിലെ കൗൺസിലർ ആയിരുന്നു എന്നുള്ളതിന് പോലും തെളിവ് അവിടെ തിരുവല്ലയിൽ അവർക്ക് ലഭിച്ചില്ല. അപ്പൊ ഇങ്ങനെയാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് എന്നിട്ട് അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ, നൂറയും നൂർജഹാനും, പത്രാധിപ ഹലീമ ബീവിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതിൽ കൂടാണ് നമ്മൾ ഇവരെ അറിയുന്നത്. അതും ഈ വളരെ റീസെന്റ് ആയിട്ട് 2022 ശേഷം. അപ്പോൾ ഇങ്ങനെയാണ് പൊതുമണ്ഡലം സ്ത്രീയെ നിഷ്കാസിതമാക്കിയത് അല്ലെങ്കിൽ രേഖപ്പെടുത്താതെ പോയത് എന്നുള്ളതാണ് ഒരു അവസ്ഥ, പൊതുമണ്ഡലത്തിലെ ഒരവസ്ഥ. ഇത് ഇവിടെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ മാത്രമല്ല. ഇതിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തായിരുന്നു ഈ പത്രപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ എഴുത്തിന്റെ രംഗത്ത്, പത്രപ്രവർത്തന രംഗം എന്ന് പറയുമ്പോൾ ഒരു കാലം എഴുത്തും കൂടിയാണത്. കാര്യം എന്ന് വെച്ചാൽ എഴുത്തുകാരികൾ തന്നെയാണ് പത്രപ്രവർത്തകരായി ആദ്യകാലത്തൊക്കെ വന്നത്. അപ്പൊ ഇത് രണ്ടും ഏതാണ്ട് ഒന്നായിരിക്കെ നമ്മുടെ എഴുത്തിന്റെ ചരിത്രവുമാണ്. സ്ത്രീ വായനയുടെ ചരിത്രം, സ്ത്രീ എഴുത്തിന്റെ ചരിത്രം, അതിൽ കൂടെ സ്ത്രീ പൊതുമണ്ഡലത്തിലെത്തിയ ചരിത്രം.
വളരെ ശക്തരായ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഇപ്പം നിങ്ങൾക്ക് സാവിത്രിബായി പൂലെ കുറിച്ചും പണ്ഡിത രമാബായിയെ കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ 1890കളിലും ഒക്കെ വളരെ 1848 സാവിത്രിബായി പൂലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നത്. അതുപോലെ പണ്ഡിത രമാബായി വിധവാ വിവാഹത്തിന് അന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല, സതിയെല്ലാം ഉള്ള കാലത്താണ് അവരെ പോലൊരു സ്ത്രീ വരികയും അവർ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ഇടയായതുകൊണ്ട് അവർ തിരിച്ചു വന്നാണ് ഈ വിധവാ വിവാഹത്തിനെതിരെയും വിധവകളെ പുനരധിവസിപ്പിക്കാൻ. അന്ന് വിധവകൾ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ജന്മങ്ങളായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ അതിനെതിരെ അവർ ശബ്ദമുയർത്തുകയും അവർ ക്രിസ്ത്യൻ റിലിജൻ കുറച്ച് പിന്തുടർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവിടെ ഈ വിധവകളെ പുനരധിവസിക്കുകയും അവർക്ക് ജീവിതമുണ്ട് എന്ന് നമ്മളോട് പറയാൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ നിരയിലുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെ കണ്ടെത്താൻ ഇപ്പോഴാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ എന്തൊക്കെയായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്ന പൊതുമണ്ഡലത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്നുള്ളത്. എപ്പോഴും എന്തെങ്കിലും മെച്ചമുണ്ട്. ഇപ്പം എൻ്റെ കാലത്ത് നിന്ന് ഞാൻ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചു പോയി, നിങ്ങൾ 40 വർഷത്തിന് ശേഷം പഠിക്കുമ്പോഴും കാതലായ ഒരു മാറ്റം എന്നുള്ളത് നമ്മളെപ്പോലെ കുറേ പേര് പിടിച്ചെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും സ്ത്രീയുടെ ഈ മാറ്റം എന്ന് പറയുന്നത് ഇത് പൊതുമണ്ഡലത്തെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ വരുന്നൊരു സാധനമാണ്. ശരിക്കും സ്ത്രീയെ ഉൾക്കൊള്ളാനായിട്ട് സ്ത്രീക്ക് പൊതുമണ്ഡലത്തിൽ ചെന്ന് നിന്നിട്ട് ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് പറയാൻ സ്ത്രീ പറയുന്നതിനെക്കാട്ടി പ്രധാനം ഈ പൊതുമണ്ഡലം നമ്മളെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടോ എന്നാണ്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം എത്രമാത്രം ഇൻക്ലൂസീവാണ്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളെ സ്വീകരിക്കാൻ പ്രാപ്തമാണ്, അല്ലെങ്കിൽ അതിന് എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പം പൊതുമണ്ഡലത്തിന് മാത്രമല്ല, അത് സ്വകാര്യ സ്പേസ് എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന വിശാലമായ അർത്ഥത്തിൽ നമ്മളറിയാം നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറയുന്ന എല്ലാ വ്യത്യാസമില്ലാതെ എല്ലാവരും ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുകയും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നതിന് അല്ലെങ്കിൽ ജനാധിപത്യം തകരുന്നു എന്ന് പറഞ്ഞ് ഉച്ചസ്ഥലം പറയുന്ന നമ്മുടെ എല്ലാ പാർട്ടികളും അതിനകത്ത് അതിൻ്റെ ഫോളോവേഴ്സായ എല്ലാവരും തന്നെ മറന്നു പോകുന്ന ഒരു കാര്യം എവിടെ നിന്നാണ് ജനാധിപത്യം തുടങ്ങേണ്ടത് എന്നാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ശരിക്കും വ്യക്തിബന്ധങ്ങളിൽ നിന്ന് തുടങ്ങണം. ജനാധിപത്യം തുടങ്ങേണ്ടത് കുടുംബത്തിനകത്താണ്, കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് ജനാധിപത്യം. ഇതൊന്നുമില്ലാതെ നമ്മൾ ഒരു സാങ്കല്പികമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിച്ചിട്ട് അതിന് ജനാധിപത്യം വേണമെന്ന് പറയുമ്പോഴാണ് ജനാധിപത്യ സങ്കല്പങ്ങളൊന്നും ശരിക്കും ശക്തമായി പോകാതിരിക്കുന്നത്. വ്യക്തിബന്ധങ്ങളിൽ തുടങ്ങുന്ന ജനാധിപത്യമാണ് ശരിക്കും, അതിലാണ് സ്ത്രീയും പുരുഷനും ഈക്വലായി വരുന്നത്. അതുകൊണ്ടാണ് പൊതുമണ്ഡലത്തിലും സ്ത്രീക്ക് ആ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്ത ജനാധിപത്യത്തെ മുകളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പൊതുമണ്ഡലത്തിൽ നിന്നും ഇത് മാറിപ്പോകുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ ശീലിക്കുന്നില്ല, നമ്മുടെ ശീലത്തിനകത്ത് സ്ത്രീകളെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എനിക്കത് ഏറ്റവും പുതിയ ജനറേഷൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം IAWSന്റെ കോൺഫറൻസ് തിരുവനന്തപുരത്ത് നടന്നു. സീമ ഓർക്കുണ്ടാവും വിമൻസ് കോളേജിൽ. ഈ IAWS കോൺഫറൻസ് നടക്കുമ്പോൾ അതിൻ്റെ മീഡിയ കോർഡിനേഷൻ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജേർണലിസം പഠിക്കുന്ന ഒരു 4-5 കുട്ടികളെ വേണമെന്ന് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ നിന്ന് ഒരു 5 കുട്ടികളെ നമ്മൾ ജേർണലിസം പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവരൊക്കെ ട്രെയിൻ ചെയ്തോളാം, അവർ നമുക്ക് റിപ്പോർട്ടൊക്കെ ദിവസം തയ്യാറാക്കിയാൽ മതി. ആദ്യത്തെ ദിവസം തന്നെ 4 മണിയായപ്പം ഈ കുട്ടികൾ നിൽക്കുകയാണ്, പോകണം. നമ്മൾ വൈകുന്നേരമല്ലേ പത്രങ്ങൾക്ക് ന്യൂസ് കൊടുക്കണ്ടേ, നിങ്ങൾ എവിടെ പോകണം? 4 മണിക്ക് വീട്ടിൽ ചെന്നിട്ടില്ല, ഫോൺ വന്ന് വീട്ടിൽ നിന്ന് ചെല്ലണം. അപ്പം ഞാൻ നിങ്ങൾ ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. അപ്പം ഞാൻ ശരിക്കും അത്ഭുതത്തോടു കൂടി ഇത്രമാത്രം ഇത്രമാത്രം ഇടുങ്ങിയ ഒരു രീതിയിലാണോ നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞ മൊബൈലൊക്കെ ഉണ്ടായില്ലേ, നിങ്ങൾക്ക് ഇപ്പം ഓട്ടോറിക്ഷ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്താണ് ബസ് അല്ലാണ്ട് ഒരു ഓട്ടോറിക്ഷ പോലും നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അവർ പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കും മൊബൈലിൽ, കോളേജിൽ എത്തിയോ എന്ന് അന്വേഷിക്കും, തിരിച്ച് ഉച്ചയ്ക്ക് അന്വേഷിക്കും, വൈകുന്നേരം അന്വേഷിക്കും, ബസ് കയറിയോ എന്ന് അന്വേഷിക്കും, വീട്ടിൽ ചെന്നെത്തുന്നത് വരെ വീട്ടിലുള്ളവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ. അപ്പൊ ശരിക്കും ഞാൻ ഷോക്കായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ സർവ്വ
സ്വാതന്ത്ര്യത്തിലും. അപ്പൊ അത് ആൺകുട്ടികളാണ് അന്വേഷിക്കുമായിരിക്കും എന്ന് ചോദിച്ചു, നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിനെ. ഇല്ല, അവരെ അന്വേഷിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് മിക്കവാറും പേർക്ക് 2 പെൺകുട്ടികളല്ല എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ വന്ന് 6 പെൺകുട്ടികൾ, 4 പേരും പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം, 24 മണിക്കൂറും ഞങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യപ്പെടുകയാണ്, ഞങ്ങളെ എവിടെ പോകുന്നു, ഞങ്ങൾ എവിടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് എപ്പോഴും നമ്മൾ നിരന്തരം ഞങ്ങളിങ്ങനെ വാച്ച് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിരന്തരം ഉത്തരം പറയേണ്ടി വരികയാണ്. സ്വതന്ത്രമായ അല്ലെങ്കിൽ ചിന്തയിലേക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ ഇപ്പോഴും എത്തപ്പെട്ടു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ സാധാരണ കുട്ടികളെ കുറിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ചോദിച്ചു, നിങ്ങളെ എന്തിനാണ് പിന്നെ ജേർണലിസം പഠിപ്പിക്കാൻ പറ്റുന്നത് വീട്ടുകാർ? ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പം നമ്മൾ ഏത് സമയവും ഏത് തരത്തിലും ജോലി ചെയ്യാൻ തയ്യാറാകണമല്ലോ, ആണാണേലും പെണ്ണാണേലും എന്നുള്ള വ്യത്യാസം ഇല്ലാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഈ പൊതുമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാലത്തെ പെൺകുട്ടികൾ പരിചയപ്പെടുന്നതും ഇങ്ങനെയാണല്ലോ. ഇപ്പൊ അവര് IAWS എന്ന് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് വിമൻ സ്റ്റഡീസ് ആണ്. ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി സ്ത്രീകൾ, വളരെ കഴിവുള്ള സ്ത്രീകളാണ്. അവരെ ഇന്റർവ്യൂ ചെയ്യാനും അവരോട് സംസാരിക്കാനും അവരെ കുറിച്ച് ഫീച്ചറുകളും അഭിമുഖങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള അവസരമാണ് ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ അവസരത്തെ വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നില്ല. ആ അവസരമല്ല 4 മണിക്ക് കോളേജ് വിടുക, വീട്ടിൽ ചെല്ലുക എന്ന് പറയുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ വളരെ വളരെ നമുക്ക് സങ്കടകരമായി തോന്നുന്ന ഒരു ഇതായിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചു മൊബൈൽ വരുമ്പോൾ ശരിക്കും സമാധാനമാണ് വരേണ്ടത്. നമ്മുടെ കാലത്ത് പോയി കഴിഞ്ഞാൽ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ എപ്പോൾ എത്തുന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ പുതിയ കാലത്ത് അതുപോലും വേറെ രീതിയിലാവുന്നു എന്നുള്ളതാണ് അതെനിക്കൊരു പുതിയൊരു അറിവായിരുന്നു ശരിക്കും. അങ്ങനെയാണ് പുതിയ കാലത്ത് പെൺകുട്ടികളുടെ ജീവിതം എന്നുള്ളത്. ചിലപ്പോൾ ആ കുട്ടികൾ മാത്രമായിരിക്കും, നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ പിന്നെ പൊതുമണ്ഡലത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓരോന്നായി എടുക്കാം. നമുക്ക് രാഷ്ട്രീയം എടുക്കാം. അപ്പൊ നേരത്തെ പിന്നെ സീമ പറഞ്ഞ എന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയാം. ആ കസേര ആരുടേതാണ്, ആ കസേര ആരുടേതാണ് എന്ന് ചോദിക്കുന്നത് അധികാരം ആരുടേതാണ്. ശരിക്കും നിങ്ങൾ ജയമോഹന്റെ ആ 100 സിംഹാസനങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്നുണ്ട്, ഒരു നായാടി ആയ ഒരാൾക്ക് അയാൾക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ആ കസേര മാറ്റുകയാണ്. ആ കസേര അധികാരത്തിന്റെ കസേരയിൽ. അപ്പൊ ഈ അധികാരത്തിന്റെ കസേര സ്ത്രീക്കും ദളിതനും, നമുക്കറിയാം പഞ്ചായത്തി രാജ്യ സംവിധാനത്തില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മൾ 73-74 ഭേദഗതികൾ വരുത്തിക്കൊണ്ട് 93 അമെൻമെന്റ് നടത്തിയിട്ടാണ് നമ്മൾ പഞ്ചായത്തി രാജിൽ, അതായത് അധികാരത്തിന്റെ അടിസ്ഥാന മേഖലയിലെ സ്ത്രീകളെയും ദളിതരെയും കൊണ്ടുവരാനായിട്ട് നമ്മൾ ഭേദഗതി ചെയ്തത്. ഭേദഗതി ചെയ്യുകയും അന്ന് നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല പലരും. അന്നത്തെ ഒരു തമാശ എന്തെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ മത്സരിക്കാനായിട്ട് സ്ത്രീകളെ തേടി നടക്കുമായിരുന്നു, വെച്ചാൽ കിട്ടാനില്ലായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും തന്നെ അധികാരത്തിന്റെ, സ്ത്രീകൾക്ക് ഒരു പ്രാപ്തരായ ഒരു ജനതയുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്. പക്ഷെ ഇതാണോ ഇന്ത്യൻ അവസ്ഥ എന്നറിയണം എന്ന് തോന്നിയിട്ട് അതിനുള്ളൊരു കാരണവും ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ ആമുഖമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സീമ പറഞ്ഞല്ലോ, ഞാൻ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലാണ് വർക്ക് ചെയ്തത്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിന്റെ ഭാഗമായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ആദ്യം വർക്ക് ചെയ്തത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റിയിലാണ്. അത് കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ പോയി ഫോട്ടോ എക്സിബിഷനും സിനിമയൊക്കെ കാണിക്കുന്ന ഒരു വകുപ്പായിരുന്നു. അപ്പൊ അവിടെ ഞാൻ സീമയോട് പറഞ്ഞു, ഞാൻ ആദ്യം ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ 91-ലാണ്. 1991 DAVPയുടെ തിരുവനന്തപുരം ഓഫീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ, എക്സിബിഷൻ ഓഫീസറായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ മേളിലുണ്ടായിരുന്ന ഓഫീസർ എന്നെ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. പുള്ളി എന്നോട് പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യും, ഇത് ഒരുപാട് യാത്ര വേണ്ട, നിരന്തരം യാത്ര വേണ്ട, കേരളത്തിലെ ഗ്രാമങ്ങൾ മുഴുവൻ കവർ ചെയ്യേണ്ട ഒരു ഓഫീസാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ പോകും അവിടെ, നിങ്ങൾക്ക് എവിടെ താമസിക്കാൻ പറ്റും, നിങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെ നാണക്കേടാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം അത് അപകടകരവുമാണ്. എന്താ വെച്ചാൽ അന്ന് എനിക്ക് 27 വയസ്സാണ്. ആ 27 വയസ്സായ ഒരു സ്ത്രീയെയും കൊണ്ട് ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോയി താമസിക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥയിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുകയും പിന്നീട് ഞാൻ അവിടെ ഏതാണ്ട് 5 വർഷത്തോളം ജോലി ചെയ്യുകയും ചെയ്തു. അപ്പൊ അത്രത്തോളം റെസിസ്റ്റൻസ് ഉള്ള ഒരു കാലത്ത് ആണ് ഞാൻ നമുക്ക് ജോലി ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഇത് കേരളത്തിലെ പൊതുമണ്ഡലം എന്ന് പറയുന്നത് സ്ത്രീ യാത്ര ചെയ്യുന്നതോ സ്ത്രീ അങ്ങനെ ഒരു പൊസിഷനിൽ വരുന്നതോ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ത്യയിൽ ആരും പിന്നെ ചെയ്തില്ല, ആദ്യം ഞാനാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ശേഷം ഒരുപാട് സ്ത്രീകൾ ആ പോസ്റ്റിലേക്ക് വരികയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് റെസിസ്റ്റൻസ് ഉള്ള ഒരു കാലത്താണ്. അന്നത്തെ കഥ പറഞ്ഞാൽ അന്നത്തെ കേരളത്തിലെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി ഒറ്റയ്ക്ക് ചായ കുടിക്കാനോ
അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ, യാത്ര ചെയ്യുന്ന ഞാൻ പോലും അന്ന് ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലാണ് യാത്ര ചെയ്തിരുന്നത്. പൊതുവുള്ള ട്രെയിനുകളൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം എനിക്ക് പെരിന്തൽമണ്ണ പോകണം, അല്ലെങ്കിൽ എനിക്ക് പാലക്കാട് പോകണം, അല്ലെങ്കിൽ എനിക്ക് കാസർഗോഡ് പോകണം എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. രാത്രി ട്രെയിനുകളിൽ പോകുന്നതിന് സ്ത്രീകൾ വളരെ കുറവായിരിക്കും. വരുന്നത് മൊത്തം ഒരു ഭർത്താവ് ഭാര്യയുമായി പോകുന്ന ഒരു യാത്രയായിരിക്കും. അല്ലാണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ കളക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. അവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടേതായ സംവിധാനങ്ങൾ കാണും. പലപ്പോഴും കേരളത്തിലെ പൊതുമണ്ഡലം എന്ന് പറയുന്നത് സ്ത്രീയെ, യാത്ര ചെയ്യുന്ന സ്ത്രീയെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ, ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ വ്യത്യസ്തതയുള്ള ഒരു ജോലി ചെയ്യുന്ന സ്ത്രീയെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി നേടിയതായിരുന്നില്ല. അപ്പൊ നമ്മൾക്ക് വിശന്നാല് ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അന്നില്ല. ഈവൻ നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അത് ഇന്നും ബുദ്ധിമുട്ട് തന്നെയാണ്. അത്രയ്ക്ക് വലിയ വിശാലമായ ഒരു ഇതൊന്നും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടില്ല. എങ്കിൽ പോലും അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പെരിന്തൽമണ്ണയിൽ ഞങ്ങളൊരു വലിയ പാടം വാടകയ്ക്ക് എടുത്ത് അവിടെ സർക്കസ് കൂടാരം പോലെയാണ് അത് കെട്ടി നമ്മൾ എക്സിബിഷൻ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ടോയ്ലറ്റ് എന്നുള്ളത്, ഞാൻ സ്ത്രീയുടെ ടോയ്ലറ്റ് എന്നുള്ളത് അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സ്ത്രീയായിട്ട് എൻ്റെ ഓഫീസിൽ. ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ കൺസിഡറേഷനിലേ അതില്ല. എനിക്ക് താമസിക്കാൻ മലപ്പുറത്ത് റൂം കിട്ടാത്തതുകൊണ്ട് ഞാൻ പാലക്കാടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ചിട്ട് 1.5 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്താണ് പെരിന്തൽമണ്ണയ്ക്ക് വരുന്നത്. തിരിച്ച് അതുപോലെ പോകും. അപ്പൊ ഈ സമയത്ത് പീരീഡ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഏതാണ്ട് 2-3 ആഴ്ച എനിക്ക് അവിടെ താമസിക്കേണ്ടി വരും. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി OP ടിക്കറ്റ് എടുക്കും. OP ടിക്കറ്റ് എടുത്തിട്ട് ടോയ്ലറ്റിൽ പോയി നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഡോക്ടറെ ഒന്നും കാണാതെ അവിടെ നിന്ന് എത്തിക്കും. അങ്ങനെയൊക്കെ പല തരത്തിലാണ്. ഹോട്ടലുകളിൽ തന്നെ ടോയ്ലറ്റ് സിസ്റ്റം ഇല്ല. അപ്പൊ ഇങ്ങനെയെല്ലാം ആണ് നമ്മൾ ശരിക്കും പൊതുമണ്ഡലത്തിലേക്കുള്ള ആദ്യകാലത്ത് വന്നവർ. പല രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയും തുറന്ന വഴികളിലൂടെ അല്ല ഞാൻ പോയത്. ആദ്യം മുതൽ തന്നെ നമ്മൾ ഞാൻ കേരള മുന്നിൽ വർക്ക് ചെയ്യുന്ന കാലത്തും അതെ, അവിടെയും സ്ത്രീകളില്ല. അപ്പൊ അങ്ങനെ ഒരു ടോയ്ലറ്റ് സംവിധാനം എന്ന് പറയുന്നത് 87-ലാണ് ഞാൻ കേരള മുന്നിൽ ജോയിൻ ചെയ്തത്. അവിടെ ഒരു സ്ത്രീക്കായിട്ട് ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നത് ആ സങ്കല്പത്തിൽ കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആവുമ്പോഴും അതെ, പ്രഗ്നന്റ് ആവുമ്പം കേരളത്തിൽ അതിനു മുമ്പ് ഒരു സ്ത്രീ ജേർണലിസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പ്രസവാവധി അവർ നിഷേധിച്ചു. അങ്ങനെ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ട് പോവുമായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു പരിചിതമല്ലാത്ത, വളരെ സ്ത്രീകൾക്ക് ഇൻക്ലൂസീവ് അല്ലാത്ത ഒരു സിസ്റ്റത്തിനെ ഇൻക്ലൂസീവ് ആക്കി എടുക്കാനുള്ള ഒരുപാട് യാത്രകളുണ്ട്. നമ്മൾ ആദ്യം പോയവർക്ക് ഒരുപാട് വഴി വെട്ടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആകാശവാണിയിൽ ന്യൂസിൽ ജോയിൻ ചെയ്യുമ്പോൾ, ന്യൂസ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതിനു മുമ്പ് അവിടെ ആരും ജോലി ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്കെതിരെ നിരന്തരം എന്നെ ഈ പോസ്റ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് റെപ്രസെന്റേഷൻ പോവായിരുന്നു. റെപ്രസെന്റേഷൻ പോവുകയും ഇതൊരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അല്ല എന്ന് പറഞ്ഞ് നിരന്തരമായ റെപ്രസെന്റേഷൻ പോയിട്ട് അന്ന് ഭാഗ്യത്തിന് നമ്മുടെ എഴുത്തുകാരൻ, പ്രിയപ്പെട്ട എഴുത്തുകാരനായ NS മാധവനായിരുന്നു ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി. അപ്പം സാർ എന്നെ അവിടെ നിന്ന് വിളിച്ചു ഒരു ദിവസം ആകാശവാണിയില്ല, അന്ന് ലാൻഡ് ഫോണിന്റെ കാലമാണ്. അല്ല, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് വരുന്നു, നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല? കൽപ്പന ചൗളയ്ക്ക് സൂര്യാകാശത്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു ആകാശവാണിയിൽ ന്യൂസിൽ വർക്ക് ചെയ്താൽ? ഞാൻ സാറേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ചുറ്റുമുള്ളവർക്കാണ് ബുദ്ധിമുട്ട് എന്നെ ഉൾക്കൊള്ളാൻ. പുള്ളി പറഞ്ഞു, ഇന്ന് ഡൽഹിയിൽ വന്ന് 2 ആഴ്ച ട്രെയിനിങ്ങിന് വരും, എന്നെ കാണണം. ഞാൻ കാണാൻ ചെല്ലും പുള്ളി എന്നോട് 6 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചോദിക്കരുത്, പ്രൂവ് ചെയ്യണം ഇത് ആദ്യത്തെ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആദ്യത്തെ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെയും ഇത് തന്നെയായിരിക്കും, അതുകൊണ്ട് 6 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഈ ഇടയ്ക്ക് സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, അത് അന്ന് സാർ അതിൻ്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് അത്രത്തോളം ധൈര്യത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇത്തരം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടാണ് പൊതുമണ്ഡലത്തിൽ നമ്മളിപ്പോൾ ഞങ്ങളെയൊക്കെ പോലെ മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. പിന്നെ മാധ്യമരംഗത്ത് സ്ത്രീകള് അതും കൂടി ഞാൻ പറയാം. മാധ്യമരംഗത്ത് സ്ത്രീകൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്ത് സ്ത്രീകൾ ഇല്ലായിരുന്നു എന്നുള്ളൊരു കഥയാണ് ഞങ്ങളൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ കേൾക്കുന്നത്. ഇപ്പം നമുക്കൊരു ചരിത്ര പുസ്തകങ്ങളുണ്ട്, പത്രപ്രവർത്തന ചരിത്രം, പുതുപ്പള്ളി രാഘവൻ, G. പ്രിയദർശനന്റെ മാധ്യമ ചരിത്ര പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും സ്ത്രീകളെ കാണാനില്ല.
കുറച്ച് സ്ത്രീ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചുണ്ട്, ശാരദ, ലക്ഷ്മിബായി, അങ്ങനെയുള്ള മാസികകളെ കുറിച്ച്. അപ്പൊ ഞാൻ ഇവിടെ കാര്യമെടുത്ത് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും, ഞങ്ങൾക്ക് ലാംഗ്വേജ് ജേർണലിസം എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു, അത് നോക്കുമ്പോൾ ഒരു സ്ത്രീയും ഇല്ല. അപ്പൊ നമ്മുടെ സാറുമാരും പറയും ഇതിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല, സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളൊക്കെയാണ് ശരിക്കും ആദ്യം വരുന്ന ജനറേഷൻ. പിന്നെ ഒരു അന്ന് ലീലാമേനോൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ വന്നിട്ടില്ല, 82-ലാണ് അവർ വരുന്നത്. അപ്പൊ അങ്ങനെ ആരും ഇല്ലാത്തൊരു മേഖലയാണ്. ഗൃഹലക്ഷ്മിയിലൊരു ലൽക്കാറുണ്ട് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര അഭിമാനത്തോടുകൂടിയൊക്കെയാണ് ജീവിക്കുന്നത്, ഞങ്ങളാണ് ആദ്യ തലമുറയെന്ന്. പക്ഷേ പിന്നീട് ഒരു കോവിഡ് കാലത്തൊക്കെയാണ് നമ്മുടെ മീഡിയ അക്കാഡമിയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, മീഡിയ എന്ന്. അതിലൊക്കെ ഒരു ലേഖനം എഴുതാനായിട്ട് മലയാള പത്രപ്രവർത്തന രംഗത്തെ സ്ത്രീകളുടെ ചരിത്രം എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ സന്തോഷിന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് ടെലിവിഷന്റെ ചരിത്രമുണ്ട്, റേഡിയോയുടെ ചരിത്രം ആരും എഴുതിയിട്ടില്ല. റേഡിയോ ഞാൻ വർക്ക് ചെയ്താണ്, പക്ഷെ ഞാൻ റേഡിയോ ചരിത്രം എഴുതിയിട്ടുണ്ട്, റേഡിയോയുടെ ചരിത്രം എന്നുള്ളത് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന് ഞാനും സ്ത്രീകളുടെ ഒരു പ്രത്യേക ഇതൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നോക്കി നോക്കി പോകുമ്പോഴാണ് ഗൂഗിളിലും അവൈലബിൾ അല്ല. പിന്നെ പതുക്കെ ഇങ്ങനെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു 1-2 വർഷം കൊണ്ട് പതുക്കെ ചെന്നെത്തുമ്പോഴാണ് വലിയ ഒരു ചരിത്രം എൻ്റെ മുന്നിൽ അനാവൃതമാകുന്നത്. വളരെ ശക്തരായി, വളരെ താല്പര്യത്തോടുകൂടി പത്രപ്രവർത്തന രംഗത്ത് നിന്ന, എഴുത്തിൽ നിന്ന ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് എൻ്റെ ഒരു 2 വർഷത്തോളം ഉള്ള യാത്ര അവരുടെ പിന്നാലെയായിരുന്നു. അവരുടെ പിന്നാലെ എന്ന് പറഞ്ഞാൽ ലൈബ്രറികളിൽ പോയിരുന്ന് വായിക്കുക, പഴയ മാഗസീനുകൾ വായിക്കുക. അപ്പൊ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര ശക്തരായ സ്ത്രീകളാണോ അവരുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിനുശേഷം 80-കൾക്ക് ശേഷം വന്ന ഫെമിനിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റൈറ്റിംഗ് അങ്ങനെയൊക്കെ പറയുന്നവരുടെ ശക്തി, അവര് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഇതിനുള്ള റിസർച്ച് ചെയ്തിട്ടുള്ള ജയദേവ പോലും എഴുതിയിട്ടുണ്ട്. ഇവർ എഴുതിയതിന്റെ അത്രയും ശക്തമായിട്ടോ അത്രയും പിന്നെ ആർജവത്തോടു കൂടിയോ സ്ത്രീ വിഷയങ്ങളെ സമീപിക്കാൻ ഞങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. വളരെ സത്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും വെർജീനിയ വൂൾഫ് എഴുത്തുകാരിയുടെ മുറി എഴുതുമ്പോൾ അവര് 1937 തോന്നുന്നു അല്ലേ അത് വരുന്നത്. 37 എഴുതുമ്പോൾ നമ്മളത് നമ്മുടെ എല്ലാ ലോകം മുഴുവൻ സ്ത്രീ എഴുത്തിന്റെയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലും ഒക്കെ നമ്മൾ എഴുത്തുകാരിയുടെ മുറി എന്ന് പറയുന്നുണ്ട്. 1903 കേരളത്തിലെ മലയാളത്തിലെ സുധർമ്മ എന്ന മാസികയില് ജെ കുഞ്ഞുലക്ഷ്മി അമ്മ എന്നുള്ള സ്ത്രീക്കാരി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു സർഗാത്മക രംഗത്ത് സ്ത്രീക്ക് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ദിശ വേണമെങ്കിൽ ഒരു മുറി വേണം, ആ മുറി നന്നായി അലങ്കരിക്കണം, അത് ആർഭാടകരമായി അലങ്കരിക്കണം എന്നൊന്നുമില്ല, സ്ത്രീക്ക് പോയിരുന്ന് ഇരിക്കാനും അവൾക്ക് ചിന്തിക്കാനുമുള്ള ഒരു മുറി വേണം എന്ന് 1903 തന്നെ ഇവിടെ എഴുതിയിരുന്നു. പക്ഷെ നമ്മളാരും അത്തരം ഇതൊന്നും ആരും പുറത്തു വന്നിട്ടില്ല, ഇത് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ മാർത്തവത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ സാനിറ്ററി പാഡിന്റെ അന്തിമ രഹസ്യം എന്നുള്ള എൻ്റെ ഒരു പുസ്തകമുണ്ട്. ഞാനത് ആ ലേഖനം എഴുതുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാനൊക്കെയാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പുറത്ത് സംസാരിക്കുന്ന സ്ത്രീ എന്നാണ്, ആർത്തവത്തെ കുറിച്ച്. 1904-ലെയോ 5-ലെയോ ശാരദയില് ശരീരത്തിൽ നിന്ന് ദിവസവും മാസം തോറും ദുഷിച്ചു കുറച്ച് രക്തം പുറത്തു പോകുന്നതിനെ കുറിച്ച് ഇത്രയും വലിയ കാര്യം എന്താണ് പറയാനിരിക്കുന്നത് എന്ന് ലക്ഷ്മി അമ്മ എന്നുള്ള സ്ത്രീ, എന്നെ അമ്മ എന്നുള്ള സ്ത്രീ വളരെ പിന്നെ നിസ്സാരമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീത്വത്തെക്കുറിച്ച്, സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ഈ പുരുഷത്വം എന്ന് പറയുന്നത് എന്തോന്നാണ്, സ്ത്രീ ധർമ്മം എന്തോന്നാണ്, സ്ത്രീ സ്വാതന്ത്ര്യം എന്തെന്നാണ്, സ്ത്രീ വിദ്യാഭ്യാസം കൊണ്ട് എന്താണെന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നിരന്തരം ശക്തമായി എഴുതിയിരുന്ന നിരവധി സ്ത്രീകളെ നമുക്ക് അന്നത്തെ ആ പൊതുമണ്ഡലം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് നടക്കാൻ പോലും, പുറത്തിറങ്ങി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് എഴുതിയിരുന്ന സ്ത്രീകൾ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ശരിക്കും നമ്മളുടെ പുതിയ കാലത്ത്, നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് എന്താണ് പറയാൻ കഴിയുന്ന കാര്യങ്ങളെക്കാട്ടി ശക്തമായിട്ട് 1930-കൾ വരെ 40-കൾ വരെ എഴുതിയിരുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വിവാഹത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾക്ക് വിവാഹത്തെക്കുറിച്ചൊക്കെ താല്പര്യമില്ല. പക്ഷെ ഈ പഴയ മാസികകൾ നിങ്ങൾ എടുത്തുവെച്ച് വായിച്ചാല് അതിനകത്ത് ഇതിനെ വിവാഹത്തെയൊക്കെ പാടെ നിരാകരിക്കുന്ന തരത്തിൽ ശക്തമായി എഴുതിയ സ്ത്രീകളുണ്ട്. അതുപോലെ വീട്ടിനകത്ത് സ്ത്രീ ഇങ്ങനെ വിധേയയായിരിക്കണം എന്ന് പറഞ്ഞതിന് നിരാകരിച്ച സ്ത്രീകളുണ്ട്, നിരാകരിച്ച് ശക്തമായി എഴുതിയ സ്ത്രീകളുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ പൊതുമണ്ഡലം വളർന്നു വന്നത് ഈ ഒരു വനിതാ മാസികകളിലൂടെ, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ സ്ത്രീയെ പിന്നോട്ട് വലിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഞാൻ എൻ്റെ പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിന് ഞാൻ ഇട്ട പേര് ഒരേ വഴിയിലൂടെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കാമെന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രമാണോ മുന്നോട്ട് ഇതിൽ
കൂടെ സഞ്ചരിച്ചത് കുറേ സ്ത്രീകൾ, അത്രയും തന്നെ പുരുഷന്മാർ, അതിൽ എഴുതിയ പുരുഷന്മാർ പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ എഴുതുമായിരുന്നു. എന്തെന്ന് വെച്ചാൽ സ്ത്രീക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇപ്പം സദസ്യതിലകൻ വേലുപ്പിള്ള പറഞ്ഞു, എന്തിനാണ് സ്ത്രീകൾ നിയമസഭയിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ട് അന്നാ ചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ജഡ്ജിയും എഴുത്തുകാരിയും ഒക്കെയാണ്. അവർ വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിച്ച ഇത് നമുക്ക് വായിക്കാൻ പറ്റും, ലേഖനങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ. അതുപോലെ തന്നെ സ്ത്രീകളെ വീട്ടിലാണ് സ്ഥാനം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തു പോകുന്ന കാര്യമില്ല. സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ സ്വകാര്യ സ്പേസിൽ സ്ത്രീ നിന്നെങ്കിൽ മാത്രമേ കുടുംബത്തിന് ഇത് വരുള്ളൂ, കുട്ടികൾ നന്നാവുള്ളൂ എന്ന് പിന്നോട്ട് എന്ന രീതിയിൽ എഴുതിയിട്ട് പിന്നോട്ട് ഇത് ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ പുരുഷബോധം അല്ലെങ്കിൽ പാട്രിയാർക്കി എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്റെ മാത്രമാണെന്ന് നമ്മൾ ഒരു കാലത്തും പറയേണ്ട കാര്യമില്ല. ആ ബോധം പേറുന്ന സ്ത്രീകളുണ്ട്, പാട്രിയാർക്കി പേറുന്ന സ്ത്രീകൾ നമ്മളിൽ ഒരുപാട് പേരുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ അതിന്റെ ബോധത്തിന്റെ കുറെയെങ്കിലും ഞങ്ങളുടെ ബോധത്തിൽ അത് ഉണ്ടാവും. കണ്ടീഷൻ, സോഷ്യൽ കണ്ടീഷനിങ് കൂടെ. നിങ്ങൾ ചിലപ്പോൾ കുറെ കൂടി ഫ്രീ ആയിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്തുനിന്ന് മാറി മാറി വന്ന തലമുറ ആയതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ ഞങ്ങൾ കടന്നുപോയ വഴികളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ തിരിഞ്ഞ് ആലോചിക്കാറുണ്ട്. അന്ന് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു പെരുമാറേണ്ടത് എന്നുള്ളതിനകത്ത് ഞങ്ങളുടെ സോഷ്യൽ കണ്ടീഷനിങ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചു. രാഷ്ട്രീയ രംഗത്ത് നമുക്കറിയാം 20% പോലും പ്രാതിനിധ്യം ഇനിയും നമുക്കുണ്ടായിട്ടില്ല. ഇപ്പോ ഇലക്ഷനിൽ വരുമ്പോഴും ഞങ്ങൾ തുല്യനീതി പ്രസ്ഥാനം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകൾക്ക് 33% സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് എല്ലാം നമുക്കറിയാം. അതിന്റെയൊക്കെ അവസ്ഥകൾ നമുക്കറിയാം. ഇപ്പോഴത്തെ ഇലക്ഷനിൽ നമുക്കറിയാം എത്രമാത്രം സ്ത്രീകളായിരിക്കും വരാൻ പോകുന്നത് എന്ന്. ഞാൻ ഈ ആകസേന ആരുടേതാണ് എന്നുള്ള പുസ്തകത്തിലുള്ള എൻ്റെ അനുഭവം വെച്ച് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതാനുള്ള കാരണം കേരളത്തിൽ നിന്ന് തന്നെയാണ്. 73-74 ഭേദഗതികളുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജില് സ്ത്രീകൾക്ക് 33% സംവരണം നൽകി കഴിഞ്ഞ് 50% സംവരണമായ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തില് എൻ്റെ ഓഫീസിലെ ഒരു ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിസിറ്റി ഭാഗമായി ഒരു ഓഫീസിൽ പരിപാടി നടക്കുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പുരുഷനാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റേജിൽ കയറി ഞങ്ങൾ കുറെ മത്സരങ്ങൾക്ക് സമ്മാനം കൊടുക്കാം. വളരെ നിസ്സാരമായി അയാൾ മൈക്കിൽ എൻ്റെ അടുത്ത് വന്ന് മൈക്ക് വാങ്ങിയിട്ട്, എടി നീ ഇന്ന് കയറി വാ, ഒരു പേരും വിളിച്ചു, നീ കയറി വാ, നീയും കൊടുക്ക് കുറച്ച് സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ ഞെട്ടല് അല്ലെങ്കിൽ ആ ഷോക്കിൽ നിന്നാണ് ഞാൻ ആ പുസ്തകം തുടങ്ങുന്നത്. എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു, കർണാടകക്കാരിയായ പല്ലവി ചിനിയ എന്ന് പറയുന്ന ഒരു ഓഫീസറും കൂടി ഉണ്ടായിരുന്നു. അവര് ചോദിച്ചത് എന്താ സംഭവിക്കണം, ഈ ശബ്ദം കേട്ടിട്ട്, ഇയാളുടെ ശബ്ദം കേട്ടിട്ട് വളരെ നിസ്സാര ഒരു വല്ലാത്ത തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഈ എടി എന്ന് പറഞ്ഞ് നീയും കേറി വാടി എന്ന് പറയുമ്പോൾ ഒരു ചമ്മലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എതിർപ്പും ഇല്ലാതെ ഒരു സ്ത്രീ കയറി വരികയും അവർ വന്ന് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടായ ഒരു ഷോക്കുണ്ട്. പഞ്ചായത്ത് രാജിൽ നടക്കുകയാണ്. അപ്പൊ ഈ എൻ്റെ കൊളീഗ് ചെന്ന് ഈ സ്ത്രീയോട് ചോദിച്ചു, ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവൾ ഇവിടുത്തെ വൈഫല്ലേ എന്ന്. അപ്പൊ ഇവര് വിചാരിക്കുന്നത് വൈഫാണെന്നാണ്. അപ്പൊ പറഞ്ഞു, വൈഫൊക്കെ വീട്ടിൽ, ഇവിടെ ഇത് കേന്ദ്ര ഗവൺമെന്റ് പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇതുണ്ടോ ഒരു എക്കോ വരുന്നുണ്ട്, പിന്നെ കേൾക്കാൻ കുഴപ്പമുണ്ടോ? പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പരിപാടിയാണ്, ഇവിടെ സ്ത്രീകളോട് ഇങ്ങനെ നിസ്സാരമായി സംസാരിക്കാൻ പറ്റില്ല എന്ന് ഭയങ്കരമായിട്ട് എൻ്റെ കൊളീഗ് ഷൗട്ട് ചെയ്തു. അപ്പൊ അയാള് വൈസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് ആണ് ഇയാള്, പ്രസിഡന്റും ആ സ്ത്രീ വൈസ് പ്രസിഡന്റുമാണ്. അപ്പോഴാണ് പറയുന്നത്, നീയും വന്ന് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കടി എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അത് കേട്ടിട്ട് യാതൊരു മടിയില്ലാതെ അത് അനുസരിക്കാൻ കഴിയുന്ന ഒരു വൈസ് പ്രസിഡന്റും കേരളത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അന്ന് രാത്രി ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ഇത്രയും വലിയ ഒരു സ്ത്രീകളെ രാഷ്ട്രീയം, നമുക്കറിയാം അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരം തന്നെയാണ് പരമം. അതിന് കുറഞ്ഞ ഒരു സാധനവും അത് കൂടിയ ഒരു സാധനവും നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കിട്ടാനില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും പരാജയപ്പെടുന്നത്. അപ്പൊ അത് കൊടുക്കാനായി നമ്മൾ നടത്തിയ ഇത്രയും വലിയ വിപ്ലവാത്മകമായ ഒരു പ്രവർത്തനത്തിന് ഇത്രയും നിസ്സാരവൽക്കരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടാണ് ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 7-8 സംസ്ഥാനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പിന്നെ പശ്ചിമ ബംഗാൾ, ഹരിയാന,
അങ്ങനെ ഒരു 6 സംസ്ഥാനങ്ങളിൽ, പിന്നെ മണിപ്പൂറും രാജസ്ഥാനും, ഈ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയി താമസിച്ച് അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിലും പിന്നെ എന്താണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും അംഗങ്ങളായി വന്ന സ്ത്രീകളെയും ദളിതരെയും എങ്ങനെയാണ് സമൂഹം കാണുന്നത്, അവരുടെ ജീവിതം എന്താണ് എന്ന് അവരോട് തന്നെ ചോദിച്ച് അറിയാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആണ് ഞാൻ യാത്ര ചെയ്തത്. ഏതാണ്ട് ഒരു 10 വർഷത്തോളം നീണ്ട യാത്രകളായിരുന്നു. 2014 തുടങ്ങിയിട്ട് 2024 അവസാനിച്ച 10 വർഷത്തെ യാത്രകളാണ് ഞാൻ ആ കസേര ആരുടേതാണെന്നുള്ള പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ആദ്യം 2014 ഞാൻ കണ്ട മനുഷ്യരെ 10 വർഷം, അപ്പോഴേ അവർ അധികാരത്തിലുള്ള ഒരു സമയത്താണ്, 10 വർഷത്തിന് ശേഷം ഈ അധികാരം ഇവരെ എവിടെ എത്തിച്ചു എന്ന ചോദ്യവുമായി രണ്ടാമത് അവർ വീണ്ടും കണ്ടു അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പൊ കണ്ട കാഴ്ചകൾ ശരിക്കും ഭയങ്കര ദളിതർക്കും സ്ത്രീകൾക്കും ഇന്ത്യൻ പൊതുമണ്ഡലം എന്താണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ള വളരെ ദയനീയമായ അറിവാണ് എനിക്ക് ശരിക്കും ഉണ്ടായത്. ഇപ്പം ഞാൻ 2015 ഗുജറാത്തിൽ ചെല്ലുമ്പോൾ, ഗുജറാത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഒരു ഗ്രാമത്തിൽ, കനീഷ് എന്നുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു നേരൂബൻ പട്ടേൽ എന്നുള്ളൊരു സ്ത്രീയെ കണ്ടു. അവര് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവര് പഞ്ചായത്തിലെ ചുങ്കടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, മുഖം മറച്ചിട്ടാണ് പുരുഷന്മാർ വന്നാൽ ഇരിക്കുന്നത്. ആ സ്ത്രീയോട് അവർ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, അവർക്ക് കണ്ടാൽ ഒപ്പിടാൻ പറ്റുന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഭിമാനം. ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കരമായിട്ട് ഈ സാക്ഷരതയൊക്കെ വളരെ കുറവാണ്. അപ്പം എഴുത്തും വായന അറിയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ വളരെ കുറവാണ് കേരളത്തിലല്ലാതെ. കേരളം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭയങ്കര സ്വർഗമാണ് നമ്മൾ കാണേണ്ടി വരും. ബാക്കി നമുക്ക് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു സ്വർഗം തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നേടിയ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കാര്യം പറയാമെന്ന് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത്, ഇപ്രാവശ്യത്തെ ശിവരാത്രിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ദളിത് പെൺകുട്ടി തൊഴാൻ വന്നു, അവളെ അടിച്ചു പുറത്താക്കുന്നതിന് ബാക്കിയുള്ളവർക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം. അന്ന് രാത്രി അവരുടെ വീട്, ഇതിപ്പോ നമ്മൾ പത്രത്തിലൊക്കെ സ്ഥിരം വരുന്ന കാര്യങ്ങളാണ്, അവരുടെ വീട് തകർക്കുന്നതിന് ആളുകളെ വിടാനും എനിക്ക് കഴിഞ്ഞു. അപ്പൊ അതാണ് അവർ വലിയ അഭിമാനകരമായ ഇതായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊരു ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ, ഇങ്ങനെ സംസാരിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദളിതോ ജൂത്ത ജൈസാഹേന സിർമേ നെയ് പഹനേക്കാണ്. അതായത് ദളിത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെ അല്ലേ, ചെരുപ്പ് ആരെങ്കിലും എടുത്ത് തലയിൽ വെക്കുമോ. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യൻ പിന്നെ പൊതുമണ്ഡലത്തിലെ ദളിതരും സ്ത്രീകളും പ്രതിഷ്ഠിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ സുജാത രമേശ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതാണ് എനിക്ക് സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് ദേശീയ അവാർഡ് കിട്ടിയത്, അവരെ കുറിച്ചുള്ള ഫീച്ചറിനായിരുന്നു. ആ സുജാത രമേശ് ദളിത് സ്ത്രീയാണ്. അവര് തിരുവള്ളൂർ എന്നുള്ള ബ്ലോക്കിലെ പാലവയൽ പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. ഞാൻ അവരെ കാണുമ്പോൾ അന്ന് അവര് ഒരു ആസിഡ് അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. അവിടുത്തെ ഉയർന്ന ജാതിക്കാരി ഇവരെ സ്ത്രീ ആയതുകൊണ്ടും ദളിതയായതുകൊണ്ടും ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ അവരെ കാണുന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഇതെല്ലാം ഇത് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന വെച്ചാൽ അവരെന്നോട് പറഞ്ഞൊരു വാചകം, സിംഹം എങ്ങനെയാണ് മാഡം വിചാരിക്കുന്നുണ്ടോ, അമ്മ എന്നാ വിളിക്കുന്നത്, അമ്മ കരുതുന്നുണ്ടോ സിംഹത്തിന് ശരിക്കും ഉള്ളിൽ ഭയം ഇല്ലാതിട്ടായിരിക്കും സിംഹം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളെല്ലാം കാണിച്ചുകൊണ്ട് നിൽക്കണം, എങ്കിലും നമുക്ക് ഭയം ഉണ്ടെങ്കിലും ഭയമില്ല എന്ന് സിംഹത്തെ പോലെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് അവര് എന്നെ കൂടെ അവിടെ ഇരുളർ എന്ന് പറയുന്ന ഏറ്റവും ദളിതരായ മഹാദളിതർ എന്നൊക്കെ ഈ നമ്മുടെ ഉത്തർപ്രദേശുകാർ പറയുന്ന രീതിയിലുള്ള അവർക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഇവര് ആക്രമിക്കപ്പെട്ടത്, അവിടുത്തെ ഈ മണ്ണ് മാഫിയക്കെതിരെയുള്ള സമരം, അങ്ങനെ അവർ ഈ സ്കൂട്ടറിൽ ഇങ്ങനെ ആ പഞ്ചായത്ത് മുഴുവൻ ഓടി നടക്കുന്ന കാലത്ത് അപ്പൊ അവർ പറഞ്ഞു അവരുടെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. ആദ്യം ഭർത്താവായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടേക്കാണ് ഇവര് മത്സരിച്ച്, ഭർത്താവ് പറഞ്ഞിട്ടാണ് ഇവര് മത്സരിക്കുന്നത്. അവിടെ തമിഴ് മക്കൾ എന്നാണ് വിളിക്കുന്നത് ഈ ജനങ്ങളെ. അപ്പൊ അവർ എന്റെ മക്കളെ കളഞ്ഞിട്ട് പോരും നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ നാട്ടിൽ തിരിച്ചു പോകാതെ നിൽക്കുക. അപ്പൊ ഇവര് പറയാ, ഞാൻ എന്റെ സ്വന്തം മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊല്ലപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം, ഓടി രക്ഷപ്പെട്ട് ചെന്നൈയിൽ എങ്ങാനും പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, എന്നിട്ട് വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് 8ാം ക്ലാസ് വരെ നിന്ന് പഠിച്ചിട്ടുണ്ട്. 2024 രണ്ടാമത് അവരെ കാണുമ്പോൾ ഇവർക്ക് അധികാരമെല്ലാം നഷ്ടപ്പെട്ടു, ബാക്കി ഇവര് തോപ്പിച്ചു, ഇവരെ ബാക്കിയുള്ള ഇതൊക്കെ വെച്ച് തോപ്പിച്ചിട്ട് ഇവര് അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട്
നടക്കുകയാണ്. ഇവർക്കെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസാണ്, നിറയെ കോടതിയിൽ കേസാണ്. എങ്ങനെ ഇവരെ ഓടിക്കാം എന്നുള്ളതിന് വേണ്ടി ഈ ഉയർന്ന ജാതിക്കാര് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്കെതിരെ കേസുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അവരപ്പോഴും തളരുന്നേയില്ല, അവരപ്പോഴും ആ ഒരു ഉൾക്കരുത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് രണ്ടുമുണ്ട്. ഇപ്പം നെഹ്റുബെൻ പട്ടേലിനെ പോലെയുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും, സുജാത രമേശിനെ പോലെയുള്ള സ്ത്രീകളെ കാണാൻ പറ്റും. ഈ നെഹ്റുബെൻ പട്ടേലിന്റെ അവരെ പുറത്തിറക്കി അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ സ്ത്രീയില്ലേ, അനിത എന്നാണ് അവരുടെ പേര്. അവർ തൊട്ടപ്പുറത്തെ രോഹിത് വാസ് എന്നുള്ള പഞ്ചായത്തിലാണ്. ഞാൻ അവിടെ പോയി അവരെ കണ്ടു. അവളൊരു ചെറിയ പെൺകുട്ടിയാണ്, 10-20 വയസ്സുള്ള പെൺകുട്ടിയാണ് അന്ന്. അപ്പോൾ അവള് പറഞ്ഞു, ദീദി ഞാൻ ഒരിക്കലും ഇവർക്ക് വിട്ടുകൊടുക്കത്തില്ല, ഞാനിത് കേസായിട്ട് പോവും, ഇവരെ ഞാൻ മുട്ടുകുത്തിക്കും, ഇവരെ ഞാൻ ജയിക്കും, അന്ന് ദീദി വരണം കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അവരൊരു തരത്തിൽ സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. അവർ 10ാം ക്ലാസ് പാസ്സായ ഒരു സ്ത്രീ, അഹമ്മദാബാദിൽ പഠിച്ചത് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളാണ് നമ്മുടെ പൊതുമണ്ഡലത്തില് നമുക്ക് ഇടം തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നേ പോയവരിലും അവരൊരുപാട് പേരുണ്ടായിരുന്നു. നമുക്ക് ഇന്നും സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മൾ സമൂഹത്തിന്റെ സാധാരണ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാനും, അല്ലെങ്കിൽ സമൂഹം പറയുന്ന കണ്ടീഷനിങ്ങിനകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നും നമുക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിക്കില്ല, വരുന്നവർക്ക് വേണ്ടി നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് ഇതൊരു പൂമത്തെയാണെന്നൊന്നും വിചാരിക്കേണ്ട ആർക്കും.